നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അരിയാഹാരം കഴിക്കാൻ പാടില്ലെന്നേ ഉള്ളൂ. ഇതേ ഓട്സാ. ഞാനിതില് നട്ട്സും ഡേറ്റ്സും ഒക്കെ ചേർത്തിട്ടുണ്ട്. ഇത് കുടിക്കുന്നോണ്ട് പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല. ഏട്ടത്തി, ഓ ഞാനേ ഈ പൂജ മുടക്കാൻ ശ്രമിക്കുകയാണെന്നൊന്നും ചിന്തിക്കണ്ട. എനിക്കതിന്റെ ഒരാവശ്യമില്ല. ഇത്തരം ഭ്രാന്തുകളൊക്കെ സൂര്യ കല്യാണം കഴിച്ച് ഞാൻ ഇവിടെ എത്തിയപ്പോ കൊറേ അനുഭവിച്ചിട്ടുള്ളതാ. അവർക്ക് എന്ത് വഴിപാട് വേണമെങ്കിലും നടത്താം. അതിന് നമ്മളെ പിടിച്ച് ഇടയിലിടുന്ന എന്തിനാ? മനുഷ്യര് വിശന്ന് ചത്താലേ ദൈവങ്ങൾ പ്രസാദിക്കുന്നുണ്ടോ? എന്നാലും വേണ്ട ഏട്ടത്തി. കുടിച്ചേ പറ്റൂന്നൊന്നും ഞാൻ വാശി പിടിക്കുന്നില്ല. എന്തായാലും ഞാനേ ഇതിവിടെ വെക്കുക. നിനക്ക് വേണമെങ്കിൽ എടുത്ത് കുടിച്ചാ മതി. പിന്നെ ഗ്ലാസ് നീ ആരും അറിയാതെ വെച്ചാ മതി. ഒരു കാര്യം ഞാൻ പറയാൻ പ്രിയങ്കേ, ഇനി ഇവിടെ പരിഹാര പൂജകളുടെ ഒരു മേളം തന്നെയായിരിക്കും. അതിനനുസരിച്ച് നിന്റെ പട്ടിണിയും വ്രതവും ഒക്കെ കൂടിക്കൊണ്ടേയിരിക്കും. എല്ലാം ഒക്കെ ചെയ്തു പോയാലേ ചിലപ്പോ നിനക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റിയെന്ന് വരില്ല. പ്രിയങ്കെ, നീ വേണമെങ്കിലേ ആരോടെങ്കിലും ഒന്ന് ചോദിച്ചു നോക്ക്. അരിയാഹാരത്തിനല്ലേ വിലക്കുള്ളൂന്ന്. അങ്ങനെയാ ഞാനും കേട്ടിട്ടുള്ളത്. ആ അത്രേ ഉള്ളൂ. പിന്നെ മുത്തശ്ശിക്കെല്ലാം 1000 കൊല്ലം മുന്നേ നടന്ന അതേപോലെ തന്നെ നടക്കണമെന്നാ. പ്രിയങ്ക, അതിനൊക്കെ നിന്നുകൊടുത്താലേ നമ്മൾ അതോടുകൂടി തീരും. ദാ ഇവിടെ വെച്ചിട്ടുണ്ട്. ഏട്ടത്തി, ഓ ഇതിലേ ഞാൻ വിഷമൊന്നും കലക്കിയിട്ടില്ല. എനിക്കാരോട് മനസ്സലിവ് തോന്നിയാലും എല്ലാവർക്കും എന്നെ സംശയമാണല്ലോ. പ്രശ്നാവോ? കാശ് കിട്ടി. പക്ഷെ കാശ് ഉപയോഗിക്കണമെങ്കിൽ മനുഷ്യൻ ജീവനോടെ ഇരിക്കണ്ടേ? എനിക്ക് വിശന്നിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. ഇത് കാണണം. അത് തന്നെയായിരുന്നു എന്റെ ആവശ്യം. നിന്റെ വിശപ്പം കേട്ടു എന്റെ മനസ്സിലെ തീയും അണഞ്ഞു.
യശോദേ, നീ ഒന്ന് വന്നേ. എന്താ അമ്മേ? നിന്നോട് എന്റെ കൂടെ വരാനാ പറഞ്ഞത്. നിന്റെ മോൾ എന്ത് ഭ്രാന്താ കാണിക്കുന്നെന്ന് ചെന്ന് നോക്ക്. പോ ഇങ്ങോട്ട് വാ. അവൾക്ക് ആഹാരമൊന്നും വേണ്ട, നേരത്തെ ഉറങ്ങാൻ പോവാന്നല്ലേ നിന്നോട് പറഞ്ഞത്. എന്നിട്ട് ഈ കാണിക്കുന്ന എന്തുവാ? അത് എല്ലാ സമയവും അവള് ഭഗവാനെ പ്രാർത്ഥിക്കാറുള്ളതല്ലേ? എന്നാൽ ഈ പ്രാർത്ഥനയുടെ അർത്ഥം വേറെയാ. തോന്നിവാസം ഈ കാണിക്കുന്നേ. വരുൺ താലി കെട്ടിയ പെണ്ണ് വ്രതം എടുക്കണമെന്ന് പൂജാരി പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലുള്ളത് കൊണ്ടാ രാത്രി പട്ടിണി ഇരുന്നതും നേരെ ചെന്ന് ഇവിടെ ഇരുന്നതും. എഴുന്നേക്കടി, ഇങ്ങോട്ട് എഴുന്നേൽക്കാൻ. മുത്തശ്ശി, എന്താ ഇത്? ഞാൻ പ്രാർത്ഥിക്കല്ലേ? നീ പ്രാർത്ഥിക്കണ്ട, അതിന് അർഹതപ്പെട്ടവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. എന്താ അമ്മ ഇത്? എനിക്ക് ഭഗവാനെ വിളിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലേ? നീ കൂടുതൽ നിഷ്കളങ്ക ചമയല്ലേ? നീ എന്താടി ഭക്ഷണം കഴിക്കാതിരുന്നത്? എന്ത് കഴിച്ച് വിശപ്പ് മാറ്റുമെന്നാ നീ പറഞ്ഞേ? വരുൺ താലി കെട്ടിയ പെണ്ണ് ഒരിക്കൽ എടുക്കണമെന്ന് പറഞ്ഞതും രാവ് മുഴുവൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞതും നീ അനുസരിക്കാൻ തീരുമാനിച്ചു അല്ലേ? എത്ര പറഞ്ഞാലും നിന്റെ മനസ്സിൽ നിന്ന് അത് തൂത്തു തുടച്ച് കളയാൻ പറ്റുന്നില്ല അല്ലേടി? അനുജത്തിയുടെ കൂടെ ഒരു മുറിയിൽ ഉറങ്ങുന്നവനെ നീ മനസ്സിൽ വെച്ച് പൂജിക്കുന്നു. അതിനേക്കാൾ വലിയ വൃത്തികേട് ഈ ലോകത്ത് വേറെ എന്താടിയുള്ളത്? അമ്മേ, ദേവേട്ടൻ പരമേശ്വര സാറിന്റെ അടുത്തേക്ക് പോയിരിക്കാം. എപ്പോ വേണമെങ്കിലും തിരിച്ചു വരും. ഇവിടെ ഒരു വഴക്കുണ്ടാവരുത്. കേക്കട്ടെ, ദേവനെല്ലാം കേക്കട്ടെ. അത് വേണ്ടെന്ന് കരുതിയതുകൊണ്ടാ ഇവക്ക് ഇത്ര അഹങ്കാരം. ഇവളുടെ മനസ്സിലിരിപ്പ് എന്താന്നറിയുമ്പോ ദേവൻ തന്നെ ഇവളുടെ കഴുത്തിന് പിടിച്ച് വെളിയിൽ തള്ളു. അമ്മ ഇങ്ങ് വന്നേ. ഇതിപ്പോ നിൽക്കുന്നത് വേറൊരു വീട്ടിലായതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. തിരിച്ച് ആറ്റുവാശ്ശേരിയിലേക്ക് പോവല്ലോ. ഇതിന്റെ കണക്ക് ഞാൻ അവിടെ ചെന്ന് തീർത്തോളാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.